ഇയാളെ പോലുള്ള ചെറ്റകളെ സല്യൂട്ട് ചെയ്യേണ്ടി വരണ നമ്മളെ പോലുള്ള ഗതികേട്. കുത്തിക്കൊന്നാലും ബലാത്സംഗം ചെയ്താലും പിടിച്ചു പറിച്ചാലും അപ്പൊ ഒരു ഫോൺ. CA മൂലം മേലോട്ട് അയച്ചു വരെ, മുഖ്യമന്ത്രി മൂലം താഴെ കച്ചത്ത് ഡയറിയും വെച്ച് നെഞ്ഞത്ത് പേനയും കുത്തി കിടക്കണ ഊച്ചാലി രാഷ്ട്രീയക്കാരൻ വരെ. സാർ, നമ്മളൊന്നും വിചാരിച്ചാൽ ഈ നാട് നന്നാവില്ല. ഇതൊരു ജോലി, അങ്ങനെ വിചാരിക്കാൻ നല്ലേ. ഞാൻ അഡ്വക്കേറ്റ് സക്കറിയ തോമസ്. സാർ, യോ സാറുമാരെന്താ വന്ന കാലം നിക്കണേ? ഇരുന്നാലും വേണോ വേണ്ടല്ലേ? നിനക്ക് ഇരിക്കണമല്ലടാ. ഇരുത്താൻ തന്നെ ഞാൻ. DYSP വിളിച്ചിരുന്നല്ലോ അല്ലേ? ഇവരെ കോടതിയില് അറിയാം. ഇവരുടെ ദേഹത്ത് തുടരുന്ന ഉത്തരവുള്ളൂ. സംസാരിക്കാം, അതിന് വിലക്കൊന്നുമില്ല. എന്താടാ നെറ്റിയിലൊരു വെട്ട്? നഖം കൊണ്ട് പോറിയതാ. കളിയാക്കാ നീ എന്നെ? അല്ല സാർ, സാറിനെ പോലുള്ളവരെ ഇതൊന്നും കാണുകയും അറിയുകയും ചെയ്യില്ല. ചത്ത് വീഴുമ്പോഴേ അറിയൂ. പക്ഷെ കാശുള്ളവന്റെ മേത്തൊരു ഇടി വീണാൽ വാരക്കടാ. നീ ചാരായം കുടിച്ചിട്ടുണ്ടോ? ആ, ചാരായ കമ്പനിയിൽ പണിയെടുക്കും പിന്നെ ചായ കുടിക്കാൻ പറ്റും. തെണ്ടി, ചാരായം കുടിച്ച് പോലീസ് സ്റ്റേഷനിൽ വിലസാ നീ. സാർ, DYSP വിളിച്ചറിഞ്ഞ് ഇത്തവണ നീ തടി വരും. പക്ഷെ നീ എന്റെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. നിന്നെ എന്റെ കിട്ടും. അന്നെ നട്ടല്ലേ ഓടിക്കും.